ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇന്നു മുതൽ ഞാൻ ഫോണ് കുറച്ച് ഉപയോഗിക്കും, ഇന്നു മുതൽ ഞാൻ ഡിസിപ്ലിൻ ആയിരിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ രീതിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണ്. പ്രശ്നം നിങ്ങളല്ല, പ്രശ്നം സെൽഫ് കൺട്രോൾ ആണ്. ഇന്ന് 6ാമത്തെ ദിവസം, ഡേ 6ൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. സെൽഫ് കൺട്രോൾ വിശ്വസനീയമല്ല. നിങ്ങൾക്ക് എനർജി ഉള്ളപ്പോൾ അത് നന്നായി പ്രവർത്തിക്കും. പക്ഷെ നിങ്ങൾ ക്ഷീണിതനായാലോ അത് നിങ്ങളെ വിട്ട് അപ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് ഡിസിപ്ലിൻഡ് ആയ ആളുകൾ ദിവസവും പ്രലോഭനങ്ങളോട് ഫൈറ്റ് ചെയ്യാത്തത്. അവർ പ്രലോഭനങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ തങ്ങളുടെ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. അത് പുതിയൊരു ചുറ്റുപാടിലേക്ക് അവർ മാറും. ഡേ 6ന്റെ ഗോൾഡൻ റൂൾ ഇതാണ്: റൈറ്റ് ബിഹേവിയർ ഓട്ടോമാറ്റിക്കായി നടക്കാൻ നിങ്ങളുടെ എൻവയോൺമെന്റിനെ, നിങ്ങളുടെ ചുറ്റുപാടിനെ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. ഒരു ചലഞ്ചായല്ല ഞാൻ ഇത് പറയുന്നത്, ഒരു സിസ്റ്റമായി മാറ്റാൻ വേണ്ടിയാണ്. കാരണം മോട്ടിവേഷൻ ടെമ്പററി ആണ്, സിസ്റ്റം പെർമനന്റ് ആണ്. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ബെഡിന്റെ അടുത്ത് വെക്കാതിരിക്കുക. ഡിസ്ട്രാക്ടിങ് ആപ്സ് ഹോം സ്ക്രീനിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുക. നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ബുക്ക് നിങ്ങളുടെ ടേബിളിൽ തന്നെ വെക്കുക. ടേബിളിൽ വെക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വായിക്കാനുള്ള അവസരം ഉണ്ടാവും. ഇവ ചെറിയ മാറ്റങ്ങളെ പോലെ നമുക്ക് തോന്നും, പക്ഷേ നിങ്ങളുടെ ബിഹേവിയറിൽ ഒരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കുന്നത്. റിയാലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ മിക്ക ആളുകളും ഡിസിപ്ലിൻ എന്ന് കരുതുന്നത് ദിവസം മുഴുവൻ ഈ പ്രലോഭനങ്ങളോട് നോ പറയുക എന്നാണ്. പക്ഷെ അത് നമ്മൾ കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മളെ തന്നെ കൂടുതൽ എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് ലഭിക്കുക. ഒരിക്കൽ ജെയിംസ് ക്ലിയർ പറഞ്ഞൊരു വലിയൊരു സത്യമുണ്ട്: നമ്മുടെ ബിഹേവിയർ ഈസിയായ കാര്യങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഡേ 6ൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ പരീക്ഷിക്കുന്നത് നിങ്ങൾ നിർത്തുക. നിങ്ങളുടെ വിൽ പവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിർത്തുക. ഒരു തവണ എന്ത് ചെയ്യുക? നിങ്ങളുടെ സക്സസിന് വേണ്ടിയുള്ള ഒരു ചുറ്റുപാടിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. നിങ്ങൾക്ക് സ്ട്രെങ്ത് തോന്നില്ല, പക്ഷേ അവിടെ ഫ്രീഡം തോന്നും. കാരണം ഡിസിപ്ലിൻ ഇനി ഒരു യുദ്ധമല്ല, അത് നിങ്ങളുടെ സ്വാഭാവിക ശീലമായി മാറും. ഈ ഡേ 6 ഐഡിയ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ കമന്റിൽ ഡേ 6 എന്ന് എഴുതുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഡിസിപ്ലിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ.